നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, സർവേശ്വര. വംശാനുകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വയംഭൂമനുവിൻ്റെ ഒരു മകൻ ഉത്താനപാദൻ്റെ വംശത്തിൽ ധ്രുവൻ ജനിച്ചതും അതിനൊക്കെ ശേഷം കാലങ്ങൾക്ക് ശേഷം അങ്കൻ്റെ കഥ, പൃഥുവിൻ്റെ വേനൻ്റെ കഥ, പൃഥുവിൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞു. മൂത്ത മകൻ പ്രിയവ്രതന് ഇതുപോലൊരു വംശാവലിയുണ്ട്. അദ്ദേഹം ഒരു മഹാത്മാവായിരുന്നു. അദ്ദേഹത്തിന് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ തപസ് ചെയ്യാൻ പോകാനായിരുന്നു താല്പര്യം. സ്വയംഭൂമനുവിൻ്റെ മൂത്ത മകനാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് തപസ് ചെയ്യാനാണ് ഇഷ്ടം, എനിക്ക് രാജ്യഭാരം വേണ്ട, അനിയനെ ഏൽപ്പിച്ചോളൂ, ഉത്താനപാദന് രാജ്യം കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഭൂമി ഭരിക്കാൻ അടുത്ത ആൾ പ്രിയവ്രതനാണ്. മനുവിന് മകനെ പറഞ്ഞയക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. രാജാവായാൽ എന്താ കിട്ടുക അച്ഛാ? കുറേ പ്രതാപം കിട്ടും, കുറേ ധനം കിട്ടും, കുറേ സുഖസമ്പത്തുകൾ കിട്ടും, പിന്നെ വേണമെങ്കിൽ കൈത്തരിപ്പ് തീർക്കാൻ ആരുടെ അടുത്തെങ്കിലുമൊക്കെ പോയിട്ട് യുദ്ധം ചെയ്യാം. ഈ യുദ്ധമില്ലാത്ത സമയത്തൊക്കെ സുഖിച്ച് ജീവിക്കും. ജനങ്ങളെ ടാക്സ് പിഴിഞ്ഞിട്ടും നമ്മൾ പണിയെടുക്കാത്ത ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക. കർമ്മം കൂടുന്നല്ലാണ്ട് അധികാരസ്ഥാനത്തിരുന്നിട്ട് എന്താ കിട്ടുക? വാസ്തവത്തിൽ ആർക്ക് ക്ഷേമ ചെയ്യാൻ പറ്റുക? യഥാർത്ഥ ക്ഷേമം ഈശ്വരനെ കൊടുക്കുമ്പോഴല്ലേ, അത് നേടുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, മുത്തച്ഛനെ ഒന്ന് പോയി കാണും. ഞാനായിട്ടൊന്നും പറയണില്ല പറഞ്ഞു മനു. സ്വയംഭൂമനു ബുദ്ധിയുണ്ട്. പ്രിയവ്രതൻ നേരെ ബ്രഹ്മലോകത്ത് പോയി മുത്തച്ഛനെ കണ്ടു, ബ്രഹ്മാവനെ. ബ്രഹ്മദേവൻ പറഞ്ഞു, പ്രിയവ്രത, നീ ആദ്യം പോയിട്ട് രാജ്യഭാരം ചെയ്യുക. അദ്ദേഹം സൃഷ്ടിയുടെ ദേവനാണ്, അദ്ദേഹം തപസ് ചെയ്യാൻ വിടില്ല. അദ്ദേഹം നമ്മളെ സൃഷ്ടിയിൽ കുടുക്കിയിടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ പോയിട്ട് രാജ്യഭാരം ചെയ്യും, എന്നിട്ട് മതി തപസ്. ബ്രഹ്മാവിനെ അനുസരിക്കാണ്ട് നിവൃത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹം രാജ്യഭാരം കയ്യേറ്റു, വിവാഹം കഴിച്ചു. 10 ആൺമക്കളുണ്ടായി, ഒരു പെൺകുട്ടി ഉണ്ടായി. ആ മകളുടെ പേരാണ് ഊർജസ്വതി. ആരെയാ കല്യാണം കഴിച്ചത്? ശുക്രനെ. ശുക്രമഹർഷിയുടെ ഭാര്യയാണ് ഊർജസ്വതി, അതായത് ദേവയാനയുടെ അമ്മ. അതൊക്കെ പിന്നെ സന്ദർഭവശാൽ വരികയാണെങ്കിൽ കൂടുതൽ പറയാം. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ 10 മക്കളിൽ 3 അച്ഛന് പോലെ തന്നെ. അച്ഛന് പക്ഷേ രാജ്യഭാരത്തിൽ സിംഹാസനത്തിൽ കുടുങ്ങിപ്പോയി. ഇവർ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് മെല്ലെ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ പോയിട്ട് തപസ് ചെയ്തോട്ടെ. അച്ഛൻ 2 വശവും നോക്കിയിട്ട്, നിങ്ങൾ രക്ഷപ്പെട്ടോ, ഞാനോ പെട്ടു. അങ്ങനെ ആ 3 ആൺമക്കൾ ഓടി രക്ഷപ്പെട്ടു. ബാക്കി 7 ആൺമക്കൾ വീട്ടിൽ ബാക്കിയായി. ആ 7 ആൺമക്കളെയും എന്താ പറയുക, നന്നായി വളർത്തിക്കൊണ്ട് പ്രിയവ്രതൻ അധർമ്മത്തിനെയൊക്കെ അടിച്ചമർത്തി എല്ലായിടത്തും ധർമ്മത്തിനെ പുലർത്തി നീതിയോട് കൂടിയിട്ട് ഭരണം നടത്തി. 7 പ്രാവശ്യം തേരിലേറിയിട്ട് ഭൂമി ചുറ്റി. അങ്ങനെ തേര് ഉരുണ്ടത് കാരണം താഴ്ചയുള്ള കുഴികളുണ്ടായി. ആ കുഴികളിൽ മഴ പെയ്ത് ജലം നിറഞ്ഞിട്ടാണ് അത്ര 7 സമുദ്രങ്ങളുണ്ടായത്. ഇതൊക്കെ സിമ്പിൾസാണ്. 7 കോണ്ടിനെൻറ്റുകളല്ല ഇന്നും. അതിൻ്റെ ഇടയിലൊക്കെ 7 ഭൂഖണ്ഡങ്ങളാണ് കിടക്കുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ സമുദ്രം കിടക്കുന്നുണ്ട്. ഇതൊക്കെ തേർച്ചാലുകളായിരുന്നു പ്രിയവ്രതൻ്റെ എന്നൊക്കെയാണ് ഭാഗവതം പറയണം. 7 ദ്വീപുകളുണ്ടായി, 7 സമുദ്രങ്ങളും ഉണ്ടായി. ജംബുദ്വീപം, പ്ലക്ഷദ്വീപം, അല്ലേ? ഇതൊക്കെയാണല്ലോ ഏഷ്യ, യൂറോപ്പ് എന്നൊക്കെ പറയണതൊക്കെ. അപ്പോൾ പ്രിയവ്രതൻ എന്നിട്ട് എന്ത് ചെയ്തു? ഓരോ 7 ആൺമക്കളെയും വിളിച്ചിട്ട് ഓരോ ദ്വീപ് ഏൽപ്പിച്ചു കൊടുത്തു. ഏഷ്യയുടെ രാജാവ്, യൂറോപ്പിൻ്റെ രാജാവ്, സൗത്ത് അമേരിക്കയുടെ രാജാവ്, നോർത്ത് അമേരിക്കയുടെ രാജാവ്, അന്ന് വേറെ പേരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ പോയിട്ട് അതാത് സ്ഥലം. അത് മനുഷ്യവംശം പടർന്ന കഥയാണ്. മനുഷ്യവംശം പടർന്ന കഥയാണ്. ഇപ്പോൾ നമ്മൾ ആന്ത്രപ്പോളജി നോക്കുന്ന സമയത്ത് ഈ ആഫ്രിക്കയുടെ അകത്തുനിന്ന് ഒരു 400 പേര് ഏകദേശം ഒരു 2 ലക്ഷത്തിൻ്റെ 1.5 ലക്ഷം വർഷത്തിൻ്റെ ഇടയിൽ ആഫ്രിക്കയുടെ പുറത്ത് കടന്നിട്ടുണ്ട്. ഈ 400 പേരുടെയും മൂത്ത അമ്മമ്മ ഒരാളാണ്. ഈ 400 പേരിൽ നിന്നാണ് ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും ഉണ്ടായിട്ടുള്ളത്. ആഫ്രിക്കയുടെ അകത്ത് അനവധി ജനിതക വൈവിധ്യമുണ്ട്. ലോകത്തിൽ പക്ഷേ അത്ര ജനിതക വൈവിധ്യം ഇല്ല. ഈ 400 പേരിൽ കാണുന്ന അത്ര ജനിതക വൈവിധ്യമേ ഉള്ളൂ. അതായത് ഈ ഒരു അമ്മയിൽ നിന്നുണ്ടായി പെറ്റി പെരുകി അങ്ങനൊരു അമ്മയെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഫോസിലൈസ്ഡ് ഒരു അമ്മയെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ പറയണത് ആ അമ്മയെന്നാണെന്ന്. അതിനൊരു പേരിട്ടുണ്ട്, മേരി എന്നാണ് പേരിട്ടിരിക്കണതിന്. ഒരു ആൾക്കുരങ്ങ് പോലുള്ള ഒരു ഫോസിലത്. അതിൻ്റെ ജനിതകത്തിൻ്റെ വൈവിധ്യങ്ങളാണ് ഈ ലോകത്തിൽ ഇന്ന് ഭൂഖണ്ഡങ്ങളിൽ മുഴുവൻ കിടക്കുന്ന ജനതയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഒരു ആന്ത്രപ്പോളജി പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സിമിലർ നരേറ്റീവാണ്, ഒരു കഥ പറച്ചിലാണ് ഭാഗവതം പറയണത്. ആദ്യത്തെ മനുഷ്യൻ സ്വയംഭൂമനു. അദ്ദേഹത്തിന് 3 പെൺമക്കളും 2 ആൺമക്കളും.
അവരിൽ നിന്നുണ്ടാവുന്ന ഓരോ വംശവും എണ്ണം പറഞ്ഞ ആൾക്കാർ ഇപ്പം പോയിട്ട് മറ്റ് രാജ്യങ്ങൾ, മറ്റ് ഭൂഖണ്ഡങ്ങളിൽ പോലും വന്ന് ജനസഞ്ചയങ്ങൾ ഉണ്ടാക്കിയ, സംസ്കാരങ്ങൾ ഉണ്ടാക്കിയത് പ്രിയവ്രതൻ്റെ പുത്രന്മാരാണെന്നാണ് പറയണത്. അപ്പോൾ ആ പഴയ കാലത്ത് മനുഷ്യൻ്റെ മൈഗ്രേഷൻ, മനുഷ്യൻ്റെ കുടിയേറ്റത്തിനെ വൃത്തിയായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണെങ്കിലും ഈ മക്കളെയൊക്കെ ഓരോ ദ്വീപ് ഏൽപ്പിച്ചിട്ട് പ്രിയവ്രതൻ കിട്ടിയ അവസരം മുതലാക്കിയിട്ട് ആ ആദ്യത്തെ 3 മക്കൾ പോയ വഴി നോക്കി മൂപ്പര് സ്ഥലം വിട്ടു. ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ് തപസ് ചെയ്യാന്ന്. അദ്ദേഹം പോയി തപസ്സിനായിട്ട് വനത്തിൽ ചെന്നു. വനത്തിൽ പോയി ഭഗവാനെ ആരാധിച്ച് ഭഗവാനിൽ ലയിച്ചു. ഈ പ്രിയവ്രതൻ്റെ ആൺമക്കളിൽ ഓരോരുത്തരും കല്യാണം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ ഉണ്ടായ ഒരു പേരക്കുട്ടിയാണ് നാഭി. ഈ നാഭി വളരെ ധർമ്മിഷ്ഠനായിട്ടൊരു രാജാവായിരുന്നു. അദ്ദേഹം മേരുദേവി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അവർക്കും കുട്ടികളുണ്ടായില്ല. ഒരുപാട് വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പല ഇതൊക്കെ ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല. എന്നാലും മഹാവിഷ്ണുവിനെ ഭജിക്കുക, ഭഗവാൻ തീർച്ചയായിട്ടും പുത്രനെ തരും എന്ന് സങ്കല്പിച്ചിട്ട് 2 പേരും ഭജിച്ചു. ഭജനയിലൊരൊറ്റ ആഗ്രഹമുള്ളൂ, ഭഗവാന് തുല്യം ഒരു പുത്രൻ, ഭഗവാന് തുല്യം ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് ഭജിച്ചത്. ഇന്നിപ്പോൾ ആരും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല, ഭഗവാന് തുല്യം ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും. പിന്നെ അതൊക്കെ പേടിച്ചിട്ടേ ഇപ്പം ആരും, കാരണം ഇങ്ങോരെ ഗർഭം ചുമന്ന് പ്രസവിക്കുക, വളർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുരിത സഞ്ചയം, ഒരു രക്ഷയില്ല. എത്രയോ ജന്മത്തിലെ കർമ്മമൊക്കെ കത്തിക്കും മൂപ്പര് ആ വന്ന് ഇരിക്കണ കുടുംബത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ ആരും മകനായിട്ട് ഇന്ന് ചോദിക്കാറില്ല. പക്ഷെ അവരൊക്കെ മഹാത്മാക്കളായിരുന്നു. അവർക്കറിയാം ഭഗവാൻ വന്ന് ഭൂമി ജനിച്ചാലേ ഇവിടെ നീതിയും ധർമ്മമൊക്കെ നിലനിൽക്കുള്ളൂ, പ്രജകൾക്ക് ക്ഷേമം ഉണ്ടാവുള്ളൂ. അപ്പോൾ രാജാവാൻ ഭഗവാനെയാണ് ആഗ്രഹിച്ചത് അവർ. അത് വേദങ്ങളിലും അങ്ങനെയാണ്. നമ്മൾ വേദങ്ങളിൽ എവിടെ വിഷ്ണുവിനെ ആദ്യം കാണുന്നത്? സൂര്യനിലാണ്. 12 ആദിത്യന്മാരിൽ ഒരാളുടെ പേരാണ് വിഷ്ണു. ഭഗൻ, ഭൂഷൻ, വരുണൻ, ത്വഷ്ട, പർജന്യൻ, വിഷ്ണു, ഇതൊക്കെ ആദിത്യന്മാരാണ്. അതിഥിയുടെ മക്കളാണ്. 12 ആദിത്യന്മാരും കൂടെ ചേർന്നതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന സൂര്യൻ, ഒരാളല്ല. ദ്വാദശാദിത്യന്മാരെന്ന് പറയും. അപ്പോൾ വിഷ്ണു എന്താ ചെയ്യണത്? സൂര്യൻ എന്താ ചെയ്യണത്? പോഷിപ്പിക്കണു, നറിഷ് ചെയ്യണു. സൂര്യനില്ലെങ്കിൽ ജീവനുണ്ടോ ഭൂമിയിൽ? ഇല്ല. അതാണ് നിലനിൽപ്പിൻ്റെ ദേവനായിട്ട് വിഷ്ണുവിനെ ആരാധിക്കാനുള്ള ഒരു കാരണം. ഈ സൂര്യനുമായിട്ടുള്ള ബന്ധമാണ്. സൂര്യനാരായണൻ. നേരത്തെ ആരോ എന്നോട് ഇവിടെ ചോദിച്ചല്ലോ സൂര്യനെക്കുറിച്ച്, ഊണ് കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ സൂര്യനാരായണൻ. അപ്പോൾ ഇവിടെ ഇവർക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അനുഗ്രഹം കൊടുത്തു. അങ്ങനെ ഒരു മകൻ നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ മേരുദേവി ഗർഭം ധരിച്ചു. അതിതേജസ്വിയായിട്ടുള്ളൊരു പുത്രനെ പ്രസവിച്ചു. ഭഗവാൻ തന്നെ, ഗുരുവായൂരപ്പൻ തന്നെ വന്ന് ജനിച്ചു മകനായിട്ട്. കാഴ്ചയിൽ അതിസുന്ദരൻ, സ്വഭാവം അതിനിർമ്മലം, നീതിബോധം വിശേഷം, പരാക്രമം പറയാനുമില്ല. ആ കുഞ്ഞിന് ധർമ്മം എന്ന അർത്ഥമുള്ള ഋഷഭൻ എന്ന് പേരിട്ടു. ഈ ഋഷഭനാണ് ലോകപ്രസിദ്ധനായ ഋഷഭ ചക്രവർത്തിയായിട്ട് മാറിയത്. ഈ ഋഷഭനെ തന്നെയാണ് ജൈനന്മാർ ഋഷഭനാഥ തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞിട്ട് ആരാധിക്കാനിടയായത്. ഈ ഋഷഭൻ്റെ 2 മക്കളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ജൈന പാരമ്പര്യത്തിൽ മൂത്തവൻ്റെ പേര് ഭരതൻ, രണ്ടാമത്തവൻ്റെ പേര് ബാഹുബലി. 2 പേരും സന്യാസിമാരായി. അതിൽ ഭരതൻ കുറച്ച് അഹങ്കാരമൊക്കെ ഉള്ള ആളാണ് ജൈന കഥകളിൽ. അനിയനാണ് സാത്വികൻ. ഏട്ടന് വേണ്ടി രാജ്യം കളഞ്ഞിട്ട് പോയി. ശ്രവണബെലഗോളയിൽ വന്ന്, കർണാടകത്തിൽ വന്ന് നിന്ന് തപസ് ചെയ്ത് ശരീരം കളഞ്ഞു. അതാണ് ഗോമടേശ്വരൻ. ശ്രവണബെലഗോളയിൽ നമ്മൾ കാണില്ലേ, വർഷത്തിൽ 12 വർഷത്തിലൊരിക്കൽ മഹാമസ്തകാഭിഷേകം നടക്കും. ഹെലികോപ്റ്ററിലൊക്കെ പോയിട്ടുള്ള അഭിഷേകം ചെയ്യുക. അതാ ഗോമടേശ്വരൻ. അതാണ് ശരിയായ ബാഹുബലി. ഇപ്പോൾ കുട്ടികളൊക്കെ മാഹിഷ്മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുബലിയുടെ നഗരമാണെന്ന് പറയും. ശരിക്കും മാഹിഷ്മതി കാർത്തവീര്യാർജുനൻ്റെ നഗരമാണ്. അവിടെ കയറിയിട്ടാണ് പരശുരാമൻ കയറി മേഞ്ഞത്. മഴവും കൊണ്ട് തകർത്ത് വെട്ടി തകർത്ത് നശിപ്പിച്ച് കളഞ്ഞ നഗരമാണ് മാഹിഷ്മതി നഗരം. മധ്യപ്രദേശിലായിരുന്നു എന്നാണ് പറയണത്. അപ്പം ഈ ഋഷഭൻ പുരാണത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചെറുപ്പം തൊട്ടിട്ടേ ആയുധവിദ്യയിലും സർവ്വശാസ്ത്രങ്ങളിലുമൊക്കെ വളരെ നൈപുണ്യം ഉണ്ടായിരുന്നു. വളരെ സൈലൻ്റായിട്ടുള്ള ആളായിരുന്നു. എപ്പോഴും ആത്മാന്വേഷണം അകത്തുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും സന്യാസ സ്വഭാവമൊന്നും പുറമേക്ക് കാണിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നാഭി മകനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പ്രായമായി,
നിന്നെ ഞാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകണം. ശരി അച്ഛാ, ആവട്ടെ. അങ്ങനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. നാഭി തപസ്സിന് പോയി, മേരുദേവിയും കൂടെ കൊണ്ടുപോയി. അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോയി. ഋഷഭൻ മഹാജ്ഞാനിയായിരുന്നു. ചെറുപ്പം തൊട്ടിട്ട് വെറുതെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴും ആത്മതത്വങ്ങളെ ഡിസ്കസ് ചെയ്യുള്ളൂ. വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം 100 യാഗങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ഏറ്റവും സന്തുഷ്ടി നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. അന്ന് ഭാരതം എന്ന് പേര് വന്നിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ടാണ് വരാൻ പോണം. രാജ്യമൊക്കെ ധർമ്മം കളിയാടി, പ്രജകളൊക്കെ അന്യോന്യം സ്നേഹിച്ചു, ആരും ആരെയും ദ്രോഹിച്ചില്ല. എല്ലാവർക്കും സംതൃപ്തി, സന്തോഷം. സംതൃപ്തിയാണ് ഏറ്റവും വലിയ ധനം. അത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വേണ്ടുവോളം കിട്ടി ജനങ്ങൾക്ക്. അദ്ദേഹത്തിന് 100 മക്കളുണ്ടായി. ഋഷഭന് 100 പുത്രന്മാരുണ്ടായി എന്ന ഭാഗവതം പറയണം. ഇന്ന് കന്നുകാലിക്കൂട്ടന്മാർ കുറേ പിള്ളേരുണ്ടാവും. ഒന്നിനും ഒരു ഉപകാരം ഉണ്ടാവില്ല. അച്ഛനും അമ്മയ്ക്കും നാട്ടിനും ഒന്നും ഉപകാരം ഉണ്ടാവില്ല. അവനവന് പോലും ഉപകാരമില്ലാത്ത ആൾക്കാരുണ്ട് ലോകത്തിൽ. അങ്ങനെ ജീവിക്കും. പക്ഷെ ഋഷഭൻ്റെ മക്കളായിട്ട് ജനിച്ചുകൊണ്ട് ഈ 100 പേരും നോക്കൂ. അപ്പുറത്ത് വേറെ 100 അലവലാദികളുടെ കഥയുണ്ട് അല്ലേ? തലതിരിഞ്ഞു പോയ കണ്ണ് കാണാത്ത അമ്മയും കണ്ണ് കാണാത്ത അച്ഛനും ഉണ്ടായ 100 മക്കളുടെ കഥ നമുക്ക് അപ്പുറത്ത് പാടുണ്ട്. പക്ഷേ ഈ 100 മക്കളുടെ കഥ അങ്ങനെയല്ല. ഈ 100 മക്കൾക്കും അദ്ദേഹം സമയം കിട്ടുമ്പോൾ ഒക്കെ ധർമ്മോപദേശം ചെയ്തു, നന്നായി വളർത്തി. അതെങ്ങനെയാണ് ആ ധർമ്മോപദേശം? ഭാഗവതത്തിൽ അത് വളരെ വിശേഷമാണ്. അന്ന് നമുക്ക് വിസ്തരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. തൻ്റെ രാജ്യസദസ്സ്, വമ്പിച്ചൊരു സദസ്സിൻ്റെ മുൻപിൽ ഇത്രയും ജനങ്ങൾ ഇരിക്കുമ്പോഴാണ് മക്കളെ ഉപദേശിക്കുന്നത്. എങ്ങനെ രാജ്യം ഭരിക്കണം, എങ്ങനെ ജനങ്ങളോട് ഇടപഴകണം, എങ്ങനെയായിരിക്കണം ഒരു ഭരണതന്ത്രജ്ഞൻ്റെ ജീവിതം, എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം യഥാർത്ഥ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഇതൊക്കെ ഋഷഭൻ്റെ ഉപദേശത്തിലുണ്ട്. ഞാൻ നേരത്തെ പൃഥുവിൻ്റെ ജീവിതം എങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്ക് മാതൃകയാവണമെന്ന് പറഞ്ഞത്, ധ്രുവൻ്റെ ജീവിതം എങ്ങനെയാണ് നമ്മൾ സാധാരണക്കാർക്ക് മാതൃകയാവണമെന്ന് പറഞ്ഞത്, അതേപോലെ സാധാരണക്കാരനാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും ഒരു നേതാവാണെങ്കിലും ഋഷഭൻ്റെ ഉപദേശം അനുസരിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പോളിറ്റി എന്ന് നമ്മൾ പറയും, പൊളിറ്റിക്സിൻ്റെ ശാസ്ത്രം. ചാണക്യൻ പറഞ്ഞ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചതിൻ്റെ, ചാണക്യൻ ഒരുപാട് ചാണക്യപരമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വിഷം കൊടുത്ത് ശത്രുവിനെ കൊല്ലേണ്ട രീതികളൊക്കെ പറഞ്ഞു. ഔപരിഷത്തൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അധ്യായത്തിലൊക്കെ സ്ലോ പോയിസണിങ് കൊടുത്തിട്ട് എങ്ങനെ ശത്രുവിനെ തട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെ നന്മയുടെ ഭാഗങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഈ ഋഷഭൻ്റെയൊക്കെ ഉപദേശങ്ങളിൽ അതിൻ്റെ റൂട്ട് കാണാൻ പറ്റും നമുക്ക്. ധർമ്മം പറയണ സ്ഥലത്ത് അങ്ങനെ വിസ്തരിച്ചിട്ട് ഒരു ഉപദേശം കൊടുത്തുകൊണ്ട് എന്താ ഗുണം ഉണ്ടായത്? ജനങ്ങൾ മുഴുവൻ രാജാവിന് ഇത്രയും അറിവുണ്ടെന്ന് മനസ്സിലാക്കി. മക്കളെ ജനങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ടാണ് ഉപദേശം കൊടുക്കുന്നത്. അതുകൊണ്ട് 2 കൂട്ടർക്കും ബെനിഫിറ്റ് ഉണ്ടായി. എങ്ങനെ ജനങ്ങളെ പോലെ ജനങ്ങളെങ്ങനെ കടമകൾ നിറവേറ്റി റെസ്പോൺസിബിൾ സിറ്റിസൺസ്, ചുമതലാബോധമുള്ള പൗരന്മാരായിട്ട് ജീവിക്കണമെന്ന് അവരും പഠിച്ചു. എങ്ങനെ ജനങ്ങളെ നന്നായി ഭരിക്കണം, അവരെ എങ്ങനെ പരിപാലിക്കണമെന്ന് മക്കളും പഠിച്ചു. ഒരു ഭരണതന്ത്രജ്ഞൻ്റെ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ് ഒരേ സമയം അടുത്ത തലമുറയെ വാർത്തെടുക്കും, അതേപോലെ ജനങ്ങളെ കോൺഫിഡൻസിൽ നിർത്താനും സാധിക്കുക. പറഞ്ഞാൽ എൻ്റെ കാലശേഷവും നിങ്ങൾ നന്നായി പരിപാലിക്കപ്പെടും എന്ന് ഉറപ്പ് കൊടുക്കാൻ ഋഷഭന് സാധിച്ചു. എത്ര തന്നെ ഭരണാധികാരികൾക്ക് സാധിക്കാറില്ല. എന്നും പിൻഗാമി പ്രശ്നമല്ലേ? ഏത് ഭരണകൂടത്തിലും പിൻഗാമി പ്രശ്നമല്ലേ? ശ്രദ്ധിച്ചു നോക്കൂ, ഏത് മിനിസ്ട്രികളും എവിടെയും പിൻഗാമി പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവിടെ ആ വിഷയമേ വന്നില്ല. എന്താണെങ്കിലും ഋഷഭൻ അവധൂതനായിട്ട് രാജ്യം വിട്ടിറങ്ങി. അപ്പോൾ ഈ ഋഷഭൻ്റെ മൂത്ത മകനാണ് ഭരതൻ. 2 ഭരതന്മാരുണ്ട് പുരാണത്തിൽ. ഒന്ന് ഈ ഭരതൻ, ഋഷഭപുത്രനായിട്ടുള്ള ഭരതൻ. 2 ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും മകനായിട്ടുള്ള സർവ്വധമനൻ എന്നുള്ള ഭരതൻ. 2 പേരുടെ പേര് കൊണ്ടുമാണ് രാജ്യത്തിന് ഭാരതം എന്ന് പേര് വന്നതെന്ന് പറയണ്ടെങ്കിലും ഋഷഭൻ്റെ പുത്രൻ ഭരതനാണ് ശരിക്കും ഭാരതം എന്ന് പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞത്. കാരണം ഈ ഇന്ന് ഡൽഹിയുടെ അടുത്ത്, ഈ ഹരിയാനയുടെ ഡൽഹിയുടെ ഇടയിലുള്ള ഹസ്തിനപുരം എന്ന് നമ്മൾ പണ്ട് വിളിച്ചിരുന്നൊരു പ്രദേശത്തിനെ ചുറ്റിയിട്ട് ഒരു ചെറിയ ഗ്രാമം, ഒരു ചെറിയ ഗോത്രവർഗമായിരുന്നു ഈ ഭരതഗോത്രം. ആ ഭരതഗോത്രത്തിൻ്റെ അകത്തുണ്ടായ കുത്തിത്തിരിപ്പിൻ്റെയും അടിയുടെയും കഥയാണ് മഹാഭാരതം. പക്ഷേ ആ ചെറിയൊരു ഗോത്രവർഗത്തിൻ്റെ സ്വാധീന ശക്തി ഒരു വലിയ ഭൂപ്രദേശത്തിൻ്റെ മുഴുവൻ പേരായിട്ട് മാറിയതാണ് ഭാരതത്തിൻ്റെ കഥ. ഒരു ചെറിയ ഗ്രാമമാണ്. ഇപ്പോൾ നമുക്ക് കൽപ്പാത്തിയോ അല്ലെങ്കിൽ മൊത്തം പാലക്കാട് ടൗണിൻ്റെ വലിപ്പമുള്ളൊരു പ്രദേശം, അവിടുത്തെ ഒരു കുടുംബം, ആ കുടുംബമാണ് ഭരിച്ചിരുന്നത്. അവിടെ ഉണ്ടായ ഒരു കലഹം, അതിൻ്റെ കഥയാണ് മഹാഭാരതം ശരിക്കും നോക്കിയാൽ.
അതിൽ പക്ഷെ പാർട്ടി ചേർന്നു. രണ്ട് സൈഡിലും ഈ രാജ്യത്തെ സകല രാജാക്കന്മാർ രണ്ട് സൈഡും ചേർന്ന് വെട്ടി വെട്ടി മരിച്ചു. മഹാഭാരതത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഈ ഭരതൻ അച്ഛനെപ്പോലെ അത്യുത്തമനായിട്ടുള്ള ഒരാളായിരുന്നു. ഋഷഭൻ അവധൂതനായിട്ട് രാജ്യം വിട്ടിറങ്ങി. എന്താ അവധൂതൻ? ദിഗംബരൻ, വസ്ത്രമില്ലാതെ, ശരീരം തന്നെ വസ്ത്രം, ദിക്കുകൾ വസ്ത്രമാക്കിയിട്ട് അദ്ദേഹം രാജ്യം വിട്ടിറങ്ങി. ഭ്രാന്തനാണെന്നേ കണ്ടാ തോന്നുള്ളൂ. ഒരു വിവരമില്ലാത്ത ആൾക്കാർ. ഇപ്പോൾ ശുഗമഹർഷിയുടെ പുറകെ സ്ത്രീകളും കുട്ടികളും പുറകെ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ചില കുട്ടികൾ കൂക്കി വിളിച്ചു, കല്ലൊക്കെ എറിയുണ്ട്. ശുഗൻ അതൊന്നൊരു വിഷയമല്ല. അതേമാതിരി ഋഷഭൻ എവിടെ പോയാലും സാധാരണക്കാർ വിചാരിച്ച് ഏതോ ഭ്രാന്തം പോവാണ്, കല്ലൊക്കെ വലിച്ചെറിയും. ചിലർ വല്ലതും കഴിക്കാൻ കൊടുക്കും, ആരോടും ഒന്നും ചോദിക്കില്ല. എന്തെങ്കിലും കൊടുത്താൽ ഒക്കെ കയ്യിൽ മേടിക്കും. ചപ്പാത്തിയും പരിപ്പ് കറിയും ചോറും സാമ്പാറും ഒക്കെ ഒന്നിച്ചിട്ട് കലക്കി കുഴച്ചിട്ട് ഒറ്റ കഴിക്കൽ കഴിക്കും. ചിലപ്പോൾ ഒന്നും കഴിക്കില്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൊടുക്കും. ദിവസങ്ങളോളം സമാധിയിലിരിക്കും. നോക്കൂ, ഗുരുവായൂരപ്പൻ അവധൂത ധർമ്മം എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത അവതാര. എങ്ങനെ ഒരു അവധൂത, കാരണം ഗൃഹസ്ഥനായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നുണ്ട്, രാജാവായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നുണ്ട്, സന്യാസിയായിട്ട് എങ്ങനെ ജീവിക്കണമെന്നും കാണിച്ചു തന്നുണ്ട്. ഇനി വിചാരിച്ചു, അത്യാശ്രമം, ബ്രഹ്മചര്യം ഒരാശ്രമം, ഗാർഹസ്ഥ്യം ഒരാശ്രമം, വാനപ്രസ്ഥം ഒരാശ്രമം, സന്യാസം ഒരാശ്രമം. ഇതാണല്ലോ 4 ആശ്രമം. ഈ 4 ആശ്രമത്തിൻ്റെ അപ്പുറത്ത് പോയ അത്യാശ്രമം. ചെറുമുക്കിൽ അത്യാശ്രമയുടെ കഥ കേട്ടിട്ടില്ലേ? തൃച്ചംബര ക്ഷേത്രത്തിൽ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗത്തിൽ നിന്ന് വ്രണങ്ങളിൽ നിന്ന് ഇങ്ങനെ പുഴുവിനെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ അറിയില്ലേ? പറഞ്ഞുതരണോ? ആ കഥ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം വില്ലുമംഗലം ഇങ്ങനെ തൃച്ചംബര അമ്പലത്തിൻ്റെ അകത്ത് ചെന്നതാ, കണ്ണൂർ. അവിടെ ചെന്നപ്പോൾ ശ്രീകോവിലുള്ളിൽ ഭഗവാനെ കാണാനില്ല. ഇത് എങ്ങനെ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഇറങ്ങി നടന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കാഞ്ഞിരുണ്ട്. അതിൽ കായ ഉണ്ടാവില്ല, ആ കാഞ്ഞിരത്തിന് ഇല കഴിക്കൂല. ഭഗവാൻ ശപിച്ചതതിനെ. എന്തിനാ ശപിച്ചത്? നല്ലതിനാ ശപിച്ച്. ഇതിൻ്റെ താഴെ ഈ ചെറുമുക്ക് ഇല്ലത്തെ ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം സകല ആശ്രമങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന് പൂണൂലോ ഒന്നുമില്ല, ഭ്രാന്തനെ വാരി കിടക്കുക. ദേഹം മുഴുവൻ കുഷ്ഠരോഗ, വ്രണങ്ങളിങ്ങനെ ഈച്ച കൊത്തിയിട്ടിരിക്കുകയാണ്, വേദന സഹിക്കില്ല, പക്ഷെ മനസ്സ് ബ്രഹ്മത്തിലാണ്. അങ്ങനെ കിടക്കുകയാണ് അവിടെ. അദ്ദേഹത്തിൻ്റെ മേലെ ഈ കായ വീഴുമ്പോൾ ആ വ്രണത്തിൽ വീഴും, അപ്പോൾ വേനിക്കും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, കാഞ്ഞിരത്തിൻ്റെ അടുത്ത് മേലാൽ കായ്ച്ചു പോരുത്. തൃച്ചംബര അമ്പലത്തിൻ്റെ പുറത്തിപ്പോഴുണ്ട്, പോയാൽ കാണാം. തൃച്ചംബരത്ത് എങ്ങനെയായിരിക്കണം? കംസനെ കൊന്നിട്ടിരിക്കുക, കോലാപിടത്തിൻ്റെ കൊമ്പും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ രൗദ്രത്തിലിരിക്കണ കൃഷ്ണനെ കാണാം. അപ്പോൾ വില്ലുമംഗലം നോക്കുമ്പോണ്ട് ഭഗവാൻ കാഞ്ഞിരത്തിൻ്റെ താഴെ ഇരിപ്പുണ്ട്, മടിയിൽ കിടത്തിയിരിക്കണു ഈ അളിഞ്ഞു പൊഴുത് നാറിക്കിടക്കണ ശരീരത്തിനെ. അത്യാശ്രമിക്ക് അറിയ പോലുമില്ല ഭഗവാന്റെ മടിയിലാണ് കിടക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭഗവാനിലെ ലയിച്ച് കിടക്കുക, ബ്രഹ്മബോധത്തിൽ കിടക്കുക. ഭഗവാന്റെ മടിയിലാണ് കിടക്കണമെന്ന് അറിയുന്നില്ല, കാരണം ഭഗവാന്റെ രൂപം പോലും മായയാണ്. ഭഗവാന്റെ രൂപം പോലും മായയാണ്. അതുകൊണ്ട് മനസ്സ് ലയിച്ച് ഭഗവാനിൽ കിടക്കുകയാണ്. ഭഗവാൻ ഒരു ചെറിയ ഇല എടുത്തിട്ട് ശ്രദ്ധിച്ചിങ്ങനെ നോക്കിയിട്ട്, മറ്റേ വാച്ച് നേരാക്കണ ആൾക്കാരില്ലേ, അതുപോലെ നോക്കിയിട്ട് ഓരോ പുഴുക്കളെ എടുത്ത് കളയണം. വ്രണത്തിലൊക്കെ പുഴുക്കളാണ്. ഈ പുഴുക്കളെ ഇങ്ങനെ എടുത്ത് ശ്രദ്ധയോട് കൂടിയിട്ട് കളയണം. അടുത്ത ഇല എടുക്കും, കളയണം. വില്ലുമംഗലം കുറേ നേരത്തേക്ക് എന്ത് തോന്നിയവാസം, എന്ത് അക്രമമായി കാണിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ വളരെ ശ്രദ്ധയാണ്. എന്താ കുഴപ്പം? പുഴുക്കളെടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കും. ഭഗവാനെ, ഇയാളുടെ അസുഖം മാറട്ടെ എന്ന് അങ്ങോട്ട് അനുഗ്രഹിച്ചാൽ പോരെ? അങ്ങ് ഈ നികൃഷ്ടമായിട്ടുള്ള പണി ചെയ്യണോ? ഇത്ര അശുദ്ധമായിട്ടുള്ള ഈ ശരീരത്തിൽ നിന്ന് ഈ പുഴുവിനെ എടുത്ത് അങ്ങ് തന്നെ കളയണോ? എന്നിട്ട് വേണം ഇയാൾ അടുത്ത് വേറെ 4 ജന്മം ജനിക്കാൻ. കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുക, എന്നിട്ട് വേണം ഇയാൾ അടുത്ത 4 ജന്മം, ഈ ജന്മം കൊണ്ട് ഇത് അവസാനിക്കേണ്ടതാണ്, ഞാൻ നോക്കിക്കോളാം, താൻ വിഷമിക്കേണ്ട. അത്യാശ്രമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 പ്രസ്ഥാനങ്ങളും കടന്നു ചെന്നിട്ടുള്ള മാനസികാവസ്ഥയുള്ളവരാണ്. ഋഷഭൻ അതായിരുന്നു. കാരണം ഭഗവാൻ തന്നെ ആ ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മുതുപറയിൽ ഞാൻ വിസ്തരിച്ച് പറഞ്ഞിരുന്നു ഋഷഭൻ്റെ ചര്യ എങ്ങനെയായിരുന്നു. അവധൂതനായതിനു ശേഷം കണ്ണിന്ന് ചോര വരും സാധാരണക്കാർക്ക് കേട്ട. ചുട്ടുപഴുത്ത പാറപ്പുറത്ത് നടു റോട്ടിലൊക്കെ കിടക്കുക, പൊള്ളും, ആവി വരുന്ന റോട്ടിൽ മണ്ണും പൊടിയിലും കിടക്കും അദ്ദേഹം, വെയിൽ കൊണ്ടിട്ട്. ചിലപ്പോൾ പെരുമഴയത്ത് നിന്ന് നനയണ കാണാം. ആരെങ്കിലും പിടിച്ചു മാറ്റാൻ പോയാൽ കൂടെ പോവും, അനുസരിക്കും. അല്ലാണ്ട് അദ്ദേഹമായിട്ട് മാറില്ല. മനസ്സ് സദാ ഇതിലാണ്. ദേഹം മുഴുവൻ അടുക്കും പൊടിയായി. മഹാരാജാവായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഭഗവാൻ പരമസുന്ദരനായിട്ട് ജനിച്ചാണ്. മുടിയൊക്കെ വളർന്നു, ചിന്നി ചെതറി. ആരെന്ത് ചോദിച്ചാലും ഒരൊറ്റ അക്ഷരം മിണ്ടില്ല. ചിലപ്പോൾ കൈ കിട്ടിയ എന്തും തിന്നും. കീരിവെള്ളം കുടിക്കുക, അഴുകി ദ്രവിച്ച ഭക്ഷണം കഴിക്കുക, പന്നിമാംസം കഴിക്കുക, എന്ത് കിട്ടിയാലും കഴിക്കും. അവധൂതൻ അങ്ങനെയാണ്. ഒക്കെ ബ്രഹ്മാണ്, എല്ലാം ശിവനാണ്. പിന്നെ എന്തിനാ അറപ്പ്? സാധനയിലെ ഏറ്റവും വലിയ തടസ്സം അറപ്പാ.
അറയ്ക്കാൻ തുടങ്ങിയാൽ ശിവനല്ലാത്ത എന്തുണ്ടെന്നായില്ലേ? അപ്പം അറയ്ക്കാൻ എങ്ങനെയാ? അറയ്ക്കാൻ പാടില്ല, അറപ്പ് പോകണമെന്നാണ് അഘോരികൾ പറയുക. അങ്ങനെ നടക്കും. ചില സമയത്ത് ഒന്നും കഴിക്കില്ല, ജലപാനം കുടിക്കാണ്ട് മാസങ്ങളോ വർഷങ്ങളോ നടക്കും. ചില സമയത്ത് കുറേ കഴിക്കും, ചില സമയത്ത് ജലത്തിൻ്റെ അകത്ത് പോയിരിക്കുന്നുണ്ടാവും, ചില സമയത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനൊരു ജീവിതം. ചില ആൾക്കാർ കല്ലെറിയും, ചില ആൾക്കാർ വടിയെടുത്ത് അടിച്ചോടിക്കും, തിരിച്ചു ഒന്നും ചെയ്യില്ല. ചിലർ മുഖത്ത് തുപ്പും. അത് ഇങ്ങനെ ഒരുത്തൻ ഇങ്ങനെ നടക്കണ കണ്ട് അവർ അശ്രീകരം, രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ താ മുന്നിൽ കാണുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുഖത്ത് തുപ്പും. അതും വിഷമമില്ല. ഋഷഭന് ദേഷ്യമില്ല. ഉപദ്രവിക്കണത് ദേഹത്തിനെയല്ലേ, ദേഹം നശിക്കാനുള്ളതാണ്. അതിനെപ്പോൾ ഉപദ്രവിക്കണവരുടെ എന്ത് പറയാനാണ്? അത് കാര്യമില്ല. ആത്മാവിനെ തൊടാൻ ആർക്കും സാധിക്കില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആത്മാവിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ. ആത്മാവ് ഈശ്വരനിൽ അങ്ങനെ ലയിച്ച് നടക്കുകയാണ്. പരമാനന്ദം പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ല. സാധകന്മാർക്ക് കണ്ടാലറിയാം, അവർ നമസ്കരിക്കും അദ്ദേഹത്തിനെ. ഭഗവാൻ അവധൂതനായിട്ട് ഇങ്ങനെ നടക്കണം. ഇങ്ങനെയാണ് പണ്ട് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടത്. മനുഷ്യൻ ആദ്യം ഉത്തരകാശിയിൽ ഭഗവാനെ പർവ്വതത്തിൻ്റെ മുകളിൽ കണ്ടത് ഇങ്ങനൊരു അസൽ ഭ്രാന്തനായിട്ടാണ്. ആൾക്കാരടുത്തേക്ക് ചെന്ന് കല്ലും കട്ടയൊക്കെ വലിച്ചെറിഞ്ഞു, വടിയെടുത്തെറിഞ്ഞു, പാറയൊക്കെ ഉരുട്ടിയിട്ട് ജനങ്ങളെ ഓടിച്ചു. ശിവനെ ആദ്യം മനുഷ്യൻ കാണുന്നത് അങ്ങനെയാണ്. യോഗപാരമ്പര്യത്തിൽ അതിൻ്റെ കഥകളുണ്ട്. എന്താണെങ്കിലും ഋഷഭൻ നാട് ചുറ്റി നടന്ന അവസാനം നമ്മുടെ കർണാടകത്തിലെ കൊടകിലെത്തി. കൊടകിൽ വെച്ചിട്ട് ഒരു കാട്ടിൽ അലഞ്ഞു തിരിയായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് നല്ല പ്രായമായിട്ടുണ്ടാവും. മുളകൾ കൂട്ടി ഉരസി, കാറ്റ് പിടിച്ചു, തീ പടരാൻ തുടങ്ങി. ഋഷഭൻ നോക്കി നിന്നു. ഋഷഭൻ്റെ കണ്ണുകളിൽ ആ ജ്വാലകൾ ഇങ്ങനെ കണ്ടു. നാമം ഉച്ചരിച്ചുകൊണ്ട് അങ്ങനെ ആ കാട്ടുതീയിലേക്ക് നടന്നങ്ങോട്ട് കയറി നിന്ന് കാത്തി എരിഞ്ഞ് ശരീരം ഭസ്മാക്കി. ആ മഹായോഗി എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നാരായണ. ഋഷഭൻ്റെ മോക്ഷം അങ്ങനെയാണ്. ഋഷഭൻ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകുന്നത് ആ ഋഷഭാവതാരം എന്നാണ് പറയുക അതിന്.